അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുറച്ച് ദിവസം മുമ്പ് ഓൺലൈനിൽ ഒരു ന്യൂസ് കണ്ടു. അതിൻ്റെ വീഡിയോയും വന്നിരുന്നു പല ചാനലുകളിലും. നമുക്ക് ആ ന്യൂസ് ഒന്ന് വായിക്കാം. കോഴിക്കോട് ലഹരി കേസുകളിൽ ഉൾപ്പെടുന്നവരെ മഹല്ലിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനവുമായി കോഴിക്കോട് ദേവർകോവിലിലെ തഖ്വ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്. പോലീസ് കേസുമായി ബന്ധപ്പെട്ട് FIR രേഖപ്പെടുത്തിയാൽ ഇവരുടെ വീട്ടിൽ നടക്കുന്ന കല്യാണങ്ങൾക്കോ മറ്റു ചടങ്ങുകൾക്കോ മഹല്ലു കമ്മിറ്റിയുടെയോ ഉസ്താക്കന്മാരുടെയോ സേവനങ്ങൾ ലഭിക്കില്ല. അവരോട് മഹല്ലുകാർ സഹകരിക്കില്ലെന്നും തീരുമാനം നടത്തിയതായി ഇമാം അബൂബക്കർ മാഹിരി അറിയിച്ചു. കോഴിക്കോട് താമരശ്ശേരിയിലെ പുതുപ്പാടി പഞ്ചായത്തിലും വിവിധ മഹല്ല് കമ്മിറ്റികൾ ചേർന്നും ഇത്തരത്തിൽ തീരുമാനം കൈക്കൊണ്ടിരുന്നു. ഇതാണ് ന്യൂസ്. ഈ ന്യൂസ് പല മാധ്യമങ്ങളും പല ചാനലുകളും അത് വീഡിയോ ആക്കിയിട്ട് തന്നെ പുറത്തു വിട്ടിരുന്നു. എനിക്ക് കിട്ടിയത് ഇതിൻ്റെ ഒരു ന്യൂസാണ്, ഒരു സൈറ്റിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ്. സത്യത്തിൽ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ മഹല്ലത്തിൽ നിന്ന് പുറത്താക്കുന്ന നടപടി വ്യക്തിപരമായിട്ട് എനിക്കതിനോട് യോജിപ്പില്ല. അതൊരു ശരിയായ നടപടിയല്ല. തെറ്റുകൾ ചെയ്യുന്നത് മനുഷ്യ സഹജമാണ്. പല ആളുകളും പല സാഹചര്യങ്ങൾ കൊണ്ടും പല ടെൻഷന് കാരണമായിട്ടും ഇതുപോലെ ലഹരിക്ക് അടിമപ്പെടുന്നവരുണ്ട്. അത്തരം ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള മാർഗമാണ് സത്യത്തിൽ മഹല്ല് കമ്മിറ്റി ചെയ്യേണ്ടത്. മഹല്ല് കമ്മിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഇസ്ലാമികമായ നിയമങ്ങളും ചട്ടക്കൂടുകളിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു സംവിധാനമാണ്, ഭരണ സംവിധാനമാണ് മഹല്ല് കമ്മിറ്റി എന്നുള്ളത്. അത്തരം മഹല്ല് കമ്മിറ്റികൾ എന്താണ് ചെയ്യേണ്ടത്? തങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അവരെയും ഉപയോഗിക്കാത്തവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നന്നായി ഇതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ള നല്ല ആളുകളെ വെച്ചുകൊണ്ട് അവർക്കൊരു ബോധവൽക്കരണം നടത്തണം എന്നുള്ളതാണ്. അതാണ് ചെയ്യേണ്ടത്. ഇസ്ലാം തന്നെ പറയുന്നുണ്ട്, മനുഷ്യന്മാരാണ്, തെറ്റ് ചെയ്യും, തെറ്റവരുടെ മനുഷ്യ സഹജമാണ്. അതിന് മാർഗം ഇസ്ലാം പറയുന്നത് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ആ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ കാരണം ഒരാൾ നന്നായാൽ ഈ ലോകവും അതിലുള്ള സകലതും ലഭിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് അതാണ് ഖൈറ്. അല്ലാതെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് ലഹരിയാണ്, അവൻ മറ്റേത് കള്ളുകുടിയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ മാറ്റി നിർത്തിയാൽ അയാൾ ഈ മാറ്റി നിർത്തിയതിൻ്റെയും കൂടെ ഒരു മാനസികാവസ്ഥയിൽ, ഒരു ടെൻഷനിൽ, അതിൻ്റെയും കൂടെ ബുദ്ധിമുട്ടിൽ അയാൾ കൂടുതൽ ലഹരി ഉപയോഗിക്കുകയും അത് അദ്ദേഹത്തെ വലിയ അപകടത്തിൽ കൊണ്ടെത്തിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ പുറത്താക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യുന്ന വ്യക്തിയെ എല്ലാവരും ഒറ്റപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും ഒരു ശരിയായ തീരുമാനമല്ല. അയാൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക, നിരന്തരം അയാൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ മഹല്ല് കമ്മിറ്റിയുടെ കീഴിലോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെയുള്ള യുവജന കമ്മിറ്റികളുണ്ടാകും. അത്തരം കമ്മിറ്റികൾക്ക് കീഴിൽ അല്ലെങ്കിൽ സ്കൂളുകൾ മദ്രസകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇത്തരം ബോധവൽക്കരണങ്ങൾ കൊടുത്തുകൊണ്ട് ഇത്തരം ആളുകൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണം. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾ, ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് നടക്കുന്ന അക്രമങ്ങളുമുണ്ട്, ലഹരിക്ക് അടിമപ്പെടാതെയും നടക്കുന്ന അക്രമങ്ങളുണ്ട്. ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഒരാൾ ആക്രമിക്കുന്നതും ലഹരി ഇല്ലാതെ, ലഹരിക്ക് അടിമപ്പെടാതെ തന്നെ ഒരാൾ സ്വബോധം കൊണ്ട് തന്നെ അയാൾ മറ്റൊരാൾ ആക്രമിക്കുകയും ചെയ്താൽ ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഏതാണ് ഏറ്റവും വലിയ തെറ്റ്? ലഹരിക്ക് അടിമപ്പെടാതെ ചെയ്യുന്ന അക്രമങ്ങളാണ് ഏറ്റവും വലിയ തെറ്റ്. കാരണം മറ്റവൻ ലഹരിയുടെ പുറത്താണ്. ഒരാൾ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ബോധമില്ല, അയാളുടെ ബുദ്ധി നഷ്ടപ്പെട്ടു. ചിലപ്പോൾ അയാൾ ആക്രമിക്കുന്നത് സ്വന്തം വേണ്ടപ്പെട്ട ആളുകളായിരിക്കും അയാൾ ആക്രമിക്കുന്നത്. അങ്ങനെ ആക്രമിക്കുന്നത് അതിനേക്കാളും വലിയ തെറ്റാണ്. ബോധത്തോടുകൂടെ ഒരു ലഹരിയും ഉപയോഗിക്കാതെ ഒരാൾ ആക്രമിക്കുന്നത് അതിലും വലിയ തെറ്റാണ്. ഇനി ഈ ന്യൂസിൽ പറയുന്നുണ്ട്, പോലീസ് കേസുമായി ബന്ധപ്പെട്ട് FIR രേഖപ്പെടുത്തിയാൽ, അഥവാ ഒരാൾക്ക് ഒരു കേസ് വന്നു, ആ കേസിൽ അയാൾ ലഹരിക്ക് പുറത്താണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് തെളിഞ്ഞാൽ ഇയാളെ മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുന്ന പറയുന്നത്. അങ്ങനെയും ചെയ്യാൻ പാടില്ല. ഒരു കേസ് വന്നു, മഹല്ലിൽപ്പെട്ട ഒരാൾക്കെതിരെ ഒരു കേസ് വന്നു, അങ്ങനെ അന്വേഷണം നടത്തി, അന്വേഷണത്തിൻ്റെ പുറത്ത് നോക്കുമ്പോൾ ഇദ്ദേഹം ലഹരിക്ക് പുറത്താണ് അത് ചെയ്തിട്ടുള്ളത്, ഒരാൾ ആക്രമിച്ചു, ലഹരിക്ക് പുറത്താണ് അയാൾ ആക്രമിച്ചത് എന്ന് പോലീസിലും അത് തെളിഞ്ഞു
എന്നാൽ പോലും അയാളെ ഒറ്റപ്പെടുത്തരുത്. അയാൾക്ക് ഇന്ത്യൻ നിയമപ്രകാരം എന്ത് ശിക്ഷയാണോ അത് ഇവിടുത്തെ നിയമപാലകർ അത് കൊടുക്കും. അത് കോടതിയാണ് തീരുമാനിക്കുന്നത്. അതിനുള്ള ശിക്ഷയും കോടതി കൊടുക്കും. അത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ മാലിന്യ കമ്മിറ്റി ചേർത്ത് നിർത്തണം. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയാൽ എന്താ ഉണ്ടാവുക? ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അയാൾ കൂടുതൽ തെറ്റുകളിലേക്ക് പോകും. ഏതായാലും എനിക്ക് ആ പേര് വന്നു, ഞാൻ ലഹരിയാണ്, കഞ്ചാവാണ് എന്ന് നാട്ടിൽ മൊത്തം പാട്ടായി. അപ്പം അതുകൊണ്ട് ഇനി ഞാൻ നന്നായിട്ട് കാര്യമില്ല, എന്നെ ആളുകൾ ആ ഒരു കണ്ണുകൊണ്ടാണ് കാണുക എന്ന് കരുതിയിട്ട് ഇദ്ദേഹം വീണ്ടും കൂടുതൽ ലഹരിക്ക് അടിമയാവുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എവിടെ തെളിഞ്ഞാലും, പോലീസ് കേസ് തെളിഞ്ഞാൽ തന്നെ അതിനുള്ള ശിക്ഷ കോടതി കൊടുക്കും. അത് ശിക്ഷ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാലിന്യ കമ്മിറ്റി തിരിച്ചെടുക്കണം. ഒരിക്കലും പുറത്താക്കുന്ന തീരുമാനം എങ്ങനെ നോക്കിയാലും ശരിയല്ല. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത് ലഹരി ഉപയോഗം ഒരു നിസ്സാരമാണെന്നോ അല്ലെങ്കിൽ എല്ലാവരും ലഹരി ഉപയോഗിക്കണമെന്നോ ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെ ഒന്നും ചെയ്യരുത് എന്നല്ല ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. മറിച്ച് ലഹരി ഉപയോഗിക്കുന്നവരെ നമ്മൾ പരമാവധി ചേർത്ത് നിർത്തുകയും എന്തുകൊണ്ടാണ് അവർ ഈ ലഹരിക്ക് അടിമപ്പെട്ടത് എന്ന കാരണം അന്വേഷിക്കുകയും അതിൽ നിന്ന് പതിയെ അവരെ പിന്തിരിപ്പിക്കാനും നമ്മൾ ശ്രമിക്കണം. ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാടുകളിൽ, നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾക്ക് ഇത്ര സുലഭമായിട്ട് എങ്ങനെ നമ്മുടെ നാട്ടിൽ ലഹരി പദാർത്ഥങ്ങൾ കിട്ടുന്നു, അതിൻ്റെ ലഭ്യത എങ്ങനെ വർദ്ധിച്ചു എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നവരെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് ആയില്ല. മറിച്ച് എങ്ങനെ നമ്മളെ നാട്ടിൽ ഇത്ര സുലഭമായിട്ട് ഈ സംഗതി കിട്ടുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇവിടുത്തെ ആഭ്യന്തരം പരാജയമാണ്, പോലീസ് പരാജയത്തിലാണ്. എന്തിനേറെ പറയുന്നു, ഇവിടുത്തെ ഗവൺമെൻറ് വരെ ഈ വിഷയത്തിൽ ഇതിനെ നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റിന് വരെ കഴിയുന്നില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ എല്ലാ കുറ്റങ്ങളും അല്ലെങ്കിൽ എല്ലാതും നമ്മുടെ ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ പെരടിയിലേക്ക് കെട്ടിവെച്ചിട്ട് എല്ലാവരെയും ഒറ്റപ്പെടുത്താനും എല്ലാവരെയും മഹല്ലത്തിൽ നിന്ന് പുറത്താക്കാനും നമ്മൾ തുനിഞ്ഞാൽ ഭാവിയിൽ ഇപ്പോഴുള്ളതിനേക്കാളിലും വലിയ ദുരന്തമായിരിക്കും വരാനിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റപ്പെടുത്തുക, ഒരാളെ മാറ്റി നിർത്തുക എന്നുള്ളതൊന്നും ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അതൊരു ശരിയായ തീരുമാനമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.